നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 34-ാമത്തെ കഥ പരകായ പ്രവേശം. വേതാളം വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ മഹാരാജാവേ, പണ്ട് കലിംഗദേശത്ത് വേദശാസ്ത്രി എന്നൊരു ബ്രാഹ്മണൻ സ്വപത്നിയായ കുസുമവല്ലിയോടൊന്നിച്ച് പാർത്തിരുന്നു. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പുത്രസൗഭാഗ്യം കൈവരാത്തതിൽ കുണ്ഠിതപ്പെട്ട് സകല ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നടത്തുക, പുണ്യയജ്ഞങ്ങൾ നടത്തുക തുടങ്ങിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ദിവസങ്ങൾ കഴിച്ചു പോന്നു. ഒടുവിൽ അവർക്ക് പുത്രസൗഭാഗ്യമുണ്ടായി. കുസുമവല്ലി ബാലസൂര്യനെ പോലെ തേജസ്വിയായ ഒരു പുത്രൻ്റെ മാതാവായി തീർന്നു. ആറ്റുനോറ്റു പിറന്ന ബാലനെ മാതാപിതാക്കൾ അതിയായി ഓമനിച്ചു വളർത്തി. വേദപുരാണ ശാസ്ത്രേതിഹാസങ്ങളിൽ ബാലൻ ബാല്യത്തിൽ തന്നെ വിസ്മയാവഹമായ വൈദഗ്ധ്യം ആർജിച്ചു. പക്ഷേ ലൗകിക സുഖാനുഭോഗങ്ങൾ പലപ്പോഴും ക്ലേശഭൂയിഷ്ടമാകുകയാണല്ലോ പതിവ്. നാം ആനന്ദത്തിന് നിദാനമായി കാണുന്ന വസ്തുക്കളും വസ്തുതകളും തന്നെ അവയുടെ അഭാവത്തിൽ നമുക്ക് ദുസ്സഹമായ ദുഃഖത്തിന് ഹേതുക്കളായിത്തീരുന്നു. എന്തിനധികം ആ ബ്രാഹ്മണ ദമ്പതികളുടെ ഏക ആശാകേന്ദ്രമായിരുന്ന കുമാരൻ അകാല മൃത്യു പ്രാപിച്ചു. മാതാപിതാക്കൾ മാറത്തടിച്ച് നിലവിളിച്ചു. ബന്ധുജനങ്ങൾ തിങ്ങിക്കൂടി അനുതപിച്ചു. പക്ഷെ എന്തു ഫലം? മരിച്ചവൻ തിരിച്ചു വരുമോ? ബന്ധുജനങ്ങൾ ഒത്തുകൂടി. അവർ കുമാരൻ്റെ മൃതദേഹം ഒരു ശവമഞ്ചത്തിൽ വെച്ച് ദഹിപ്പിക്കുവാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. അവർ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ചിത ഒരുക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. തത്സമയം അടുത്തൊരിടത്ത് തപശ്ചര്യയിൽ ഏർപ്പെട്ടിരുന്ന ഒരു താപസശ്രേഷ്ഠൻ അവരുടെ ദയനീയ രോദനം കേട്ടു. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ശരീരം കൊടിയ വാർദ്ധക്യം ബാധിച്ച് നിഷ്പ്രയോജനമായി തീർന്നിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ആ ബാലൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്ന പക്ഷം എനിക്ക് അതിനുള്ളിലിരുന്ന് സകല സുഖസൗകര്യങ്ങളോടും കൂടി തപശ്ചര്യ അനുഷ്ഠിക്കാൻ സാധിക്കും. ഇപ്രകാരം ചിന്തിച്ചുറച്ച് യോഗിവര്യൻ ബാലൻ്റെ മൃതശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു. ബാലന് ജീവനുണ്ടായതുപോലെ കാണികൾക്ക് തോന്നി. അവർ അത്ഭുതാധീനരായി തീർന്നു. സംഭ്രാന്ത ചിത്തരായി വസതികളിലേക്ക് പരിഭ്രാന്ത പലായനം നടത്തി. ഈ രംഗങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ബാലൻ്റെ പിതാവിന് ആ രംഗത്ത് നിന്ന് പിന്മാറുവാൻ ഏതും ശക്തിയുണ്ടായില്ല. മരണത്തിലും ഓമനത്വം തുളുമ്പുന്ന കുമാരൻ്റെ മുഖത്ത് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഏറെ നേരം നിശ്ചലനായി നിലകൊണ്ടു. അദ്ദേഹം പൊടുന്നനെ പൊട്ടിച്ചിരിച്ചു. അടുത്ത നിമിഷത്തിൽ പൊട്ടിക്കരഞ്ഞു. കഥയുടെ ഇത്രയും ഭാഗങ്ങൾ വിസ്തരിച്ച ശേഷം വേതാളം ചോദിച്ചു, അല്ലയോ രാജാവേ? അദ്ദേഹം ആദ്യം പൊട്ടിച്ചിരിച്ചു, അനന്തരം പൊട്ടിക്കരഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണമെന്ത്? അറിയാമെങ്കിൽ പറയുക. വിക്രമാദിത്യൻ പ്രതിവചിച്ചു. യോഗിവര്യൻ ബാലൻ്റെ മൃതശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് കണ്ടതിൽ നിന്ന് ഒരു മനുഷ്യന് തീവ്ര തപസ്സുകൊണ്ട് അന്യശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ മരണത്തെ വെല്ലുവിളിക്കാനുള്ള വിദ്യ അദ്ദേഹം നേരിൽ കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പൊട്ടിച്ചിരിച്ചത്. അനന്തരം കൂടുതൽ ചിന്തിച്ചപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തനിക്കും ഈ ജഡബന്ധം ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്തു. രാജാവിൻ്റെ വിശദീകരണം കേട്ട ഉടൻ വേതാളം സ്വയം ബന്ധനവിമുക്തനായി അവിടെ നിന്ന് പലായനം ചെയ്തു. പഴയ മുരുക്കിന്മേൽ ചെന്ന് തൂങ്ങിക്കിടന്നു. പതിവ് പോലെ രാജാവ് അവനെ പിന്തുടർന്ന് ചെന്ന് ബന്ധിച്ച് തോളിലേറ്റി കൊണ്ടുവരികയും ചെയ്തു. നന്ദി.